ഹായ് ഫ്രണ്ട്സ്, കാസി ഗോസ്റ്റിന്റെ 13ാമത്തെ എപ്പിസോഡാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ബോസിനെ പിടിക്കുന്നതായിട്ടാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടിരുന്നത്. യു ആണെങ്കിൽ ജിന്ന് ജീവനോടെയുണ്ട് എന്നറിഞ്ഞതിന്റെ ഷോക്കിലാണ് നിൽക്കുന്നത്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് എക്സ് ഗേൾഫ്രണ്ടിന്റെ ടീം എത്തിയിരുന്നു. അവര് പെട്ടെന്ന് തന്നെ അവനെ അവിടെ നിന്നും കൊണ്ടുപോയി. എക്സ് ഗേൾഫ്രണ്ടിന്റെ ഓഫീസിലേക്കാണ് അവനെ കൊണ്ടുപോയത്. അങ്ങനെ സിയുക്കും എക്സ് ഗേൾഫ്രണ്ടുമാണ് അവനെ ചോദ്യം ചെയ്യുന്നത്. ജിന്നിനെ കുറിച്ചാണ് അവര് അവനോട് ചോദിക്കുന്നത്. അപ്പോഴാണ് ഈ മാല അവന്റെ കയ്യിൽ എങ്ങനെ വന്നു എന്നുള്ള സത്യം ഇവൻ പറയുന്നത്. അവര് മോഷണത്തിന് ശേഷം ഈ ടണലിൽ കൂടെയായിരുന്നു പൊക്കോണ്ടിരിക്കുന്നത്. ഇതിൽ കൂടെ പോകുമ്പോൾ ആരും കാണില്ലല്ലോ. അങ്ങനെ മോഷണം എല്ലാം കഴിഞ്ഞ് ഇതുവഴി പോകുന്ന സമയത്താണ് ബോസിന് ഒന്ന് വാഷ്റൂമിൽ പോകേണ്ട അത്യാവശ്യം വന്നത്. അങ്ങനെ അവനാണെങ്കിൽ അവിടെ നിന്ന് ഒന്ന് മാറുന്ന സമയത്താണ് അവിടെ ഒരു ബാഗ് കിടക്കുന്നത് അവൻ കാണുന്നത്. അവൻ ആ ബാഗ് തുറന്നു നോക്കുമ്പോൾ അതിൽ ഒരു പെൺകുട്ടിയായിരുന്നു ഉള്ളത്. ആ പെൺകുട്ടിയാണെങ്കിൽ ശ്വസിക്കുന്നുമുണ്ട്. എന്നാൽ പേടിച്ചു പോയ ബോസ് ആണെങ്കിൽ അവളുടെ കഴുത്തിൽ കിടക്കുന്ന മാലയും പൊട്ടിച്ചുകൊണ്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. പിന്നീട് ആ പെൺകുട്ടിക്ക് എന്താണ് സംഭവിച്ചതെന്നൊന്നും ബോസിന് അറിയില്ല. എന്നാൽ ബോസ് ആണെങ്കിൽ യൂണിനെ കണ്ട സമയത്ത് ഇത് ആ പെൺകുട്ടിയാണ് എന്നാണ് വിചാരിച്ചത്. പിന്നീടാണ് ഇത് അവളുടെ ട്വിൻ സിസ്റ്റർ ആണ് എന്നുള്ള കാര്യം ബോസും മനസ്സിലാക്കിയത്. എന്നാൽ ഇതെല്ലാം കേട്ടിട്ട് യൂണിന് ആകെപ്പാട് ദേഷ്യം വന്നു. അവൾ പെട്ടെന്ന് തന്നെ ആ ഇൻവെസ്റ്റിഗേഷൻ റൂമിലേക്ക് കയറി. നീ അല്ല സബ്വേ ഗോസ്റ്റെങ്കിൽ പിന്നെ നീ എന്തിനാണ് എന്നെ ഫോളോ ചെയ്യുന്നത്? നീ എന്തിനാണ് എന്റെ റൂമിന്റെ ഓപ്പോസിറ്റ് വന്ന് നിന്നത് എന്നൊക്കെ യു തിരക്കുന്നു. ആ ബാഗിലുള്ള പെൺകുട്ടിയാണ് നീ എന്ന് വിചാരിച്ചായിരുന്നു ഞാൻ നിന്നെ ആദ്യം ഫോളോ ചെയ്തിരുന്നത്. അങ്ങനെയെങ്കിൽ ഈ മാല തിരിച്ചു തരാൻ വേണ്ടിട്ടാണ് ഞാൻ നിന്റെ ഓപ്പോസിറ്റ് വീട്ടിൽ വന്നത് എന്നൊക്കെ ഇവൻ പറയുന്നു. ഇവൻ പറയുന്നത് കേൾക്കുമ്പോ തന്നെ അറിയാം ഇതെല്ലാം കള്ളത്തരവാന്ന്. യൂണിനും ആ കാര്യങ്ങളെല്ലാം മനസ്സിലായി. അവളാണെങ്കിൽ അവനെ പിടിച്ച് അടിക്കുന്നൊക്കെയുണ്ട്. ഇവരിപ്പം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അതിന്റെ ഇടയ്ക്ക് യു വന്ന് ഇത്ര അലമ്പുണ്ടാക്കിയത് കൊണ്ട് തന്നെ എക്സ് ഗേൾഫ്രണ്ട് അവളെ വഴക്കു പറയുന്നു. അവളെ അവിടെ നിന്ന് പുറത്താക്കുന്നുണ്ട്. സിയുക്കാണെങ്കിൽ അവളെ സമാധാനിപ്പിച്ചിട്ട് അവനെല്ലാം നോക്കിക്കോളാം എന്നും പറഞ്ഞ് അവളെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. ബോസ് പറഞ്ഞത് സത്യമാണോ എന്നറിയാൻ വേണ്ടിയിട്ട് സിയുക്കാണെങ്കിൽ മൊട്ടയുടെ അടുത്തും കൊച്ചുപയ്യന്റെ അടുത്തും ചോദിക്കുന്നുണ്ട്. ബോസിന് ടണലിൽ നിന്നാണ് ഈ മാല ലഭിച്ചത് എന്നാണ് അവരും പറയുന്നത്. അങ്ങനെ സിയുക്കും എക്സ് ഗേൾഫ്രണ്ടും ബോസിനെ ചോദ്യം ചെയ്യാനായി എത്തി. നീയല്ല സബ്വേ ഗോസ്റ്റ് എങ്കിൽ മരണപ്പെട്ട ആൾക്കാരുടെ പേഴ്സിൽ എങ്ങനെയാണ് നിന്റെ DNA വന്നത്? നീയല്ലേ അവരുടെ പേഴ്സ് എല്ലാം മോഷ്ടിച്ചത്? അത് തിരിച്ചു തരാം എന്നും പറഞ്ഞ് അവരെ വിളിച്ചു വരുത്തിട്ട് നീയല്ലേ അവരെ എല്ലാം കൊന്നത് എന്നൊക്കെ എക്സ് ഗേൾഫ്രണ്ട് ചോദിക്കുന്നു. എന്നാൽ ഇതെല്ലാം കേട്ടിട്ട് ബോസ് ചിരിക്കുന്നുണ്ട്. അപ്പോൾ സബ്വേ ഗോസ്റ്റും ഒരു പോക്കറ്റ് അടിക്കാരനായിരുന്നല്ലേ? അതുകൊണ്ടാണ് ആ സബ്വേ ഗോസ്റ്റ് ഞാനാണെന്നും വിചാരിച്ച് നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്തത്. എന്നാൽ ഞാനല്ല ആ സബ്വേ ഗോസ്റ്റ്. ഈ സബ്വേയിൽ നടക്കുന്ന 90% പോക്കറ്റ് അടിക്കും ഞാൻ തന്നെയാണ് ഉത്തരവാദി. എന്നാൽ നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണല്ലോ ആ പോക്കറ്റ് അടിച്ചതിന് ശേഷം അത് പെട്ടെന്ന് തന്നെ ഞാൻ ആർക്കെങ്കിലും വിൽക്കും. അതുകൊണ്ട് തന്നെ ആ സബ്വേ ഗോസ്റ്റ് ഞാനല്ല എന്നൊക്കെ ബോസ് പറയുന്നു. ഇവൻ അടിച്ചു മാറ്റുന്ന പേഴ്സ് ഇവൻ ആർക്കെങ്കിലും ഒക്കെ വിൽക്കും. അതിനകത്ത് വിലപ്പെട്ട സാധനങ്ങളൊക്കെ വേണം എന്ന് നിർബന്ധമില്ല. അവരുടെ ID കാർഡ് മാത്രം മതി. അത് വെച്ച് ഓരോ ഫേക്ക് ഐഡന്റിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ഇങ്ങനെ പേഴ്സ് എല്ലാം അടിച്ചു മാറ്റുന്നത്. അവരെല്ലാം ചോദ്യം ചെയ്തതിനു ശേഷമാണ് അവൻ എവിടെ ഉണ്ടെന്നുള്ള കാര്യം പോലീസുകാർക്ക് മനസ്സിലായത്. അതിനുശേഷമായിരുന്നു ഇവനെയും പിടിച്ചിരുന്നത്. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടതായിരുന്നു. മോഷ്ടിച്ച സാധനങ്ങളെല്ലാം മേടിക്കുന്ന ആൾക്കാരെ കാണാൻ പോയതും അവരോട് സംസാരിച്ചതും എല്ലാം നമ്മുടെ സബ്വേ പോലീസ് ആയിരുന്നു. എന്നാൽ അവരുടെ ഡീറ്റെയിൽസ് ഒന്നും എക്സ് ഗേൾഫ്രണ്ടിന് അറിയില്ല. അങ്ങനെ ഇവര് 3 പേരെ ഇരുത്തിയിട്ട് അവർ ആർക്കൊക്കെയാണ് സാധനങ്ങൾ വിറ്റത് എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം എഴുതാനൊക്കെ ഇവര് പറയുന്നു. അങ്ങനെ ഇവര് 3 പേരുമാണെങ്കിൽ അവര് മോഷ്ടിച്ച സാധനങ്ങളെല്ലാം വിറ്റ ആൾക്കാരുടെ പേരും ഡീറ്റെയിൽസും എല്ലാം എഴുതുന്നു. അതിന്റെ ഇടയിൽ ഈ കൊച്ചു പയ്യനാണെങ്കിൽ ഒരാളുടെ പേര് മാത്രം എഴുതുന്നില്ല. എന്നാൽ പാർട്ട്ണർ ഒന്ന് വരട്ടിയപ്പോൾ അവൻ അയാളുടെ പേരും എഴുതുന്നുണ്ട്. കൊച്ചുപയ്യന് മാനസികമായി പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അവൻ ഒരു ഹോസ്പിറ്റലിൽ പോയിരുന്നില്ലേ? അതായത് നമ്മുടെ സിയൂക്കിന്റെ അമ്മ കിടക്കുന്ന അതേ ഹോസ്പിറ്റലിലേക്ക് തന്നെ. അവിടെയുള്ള ഒരാളുടെ പേരാണ് അവനും എഴുതാതിരുന്നത്. എന്നാൽ പാർട്ട്ണർ ഒന്ന് വരട്ടിയ സമയത്ത് കൊച്ചുപയ്യനാണെങ്കിൽ അവന്റെ ഡീറ്റെയിൽസ് എഴുതുന്നുണ്ട്. എന്നാൽ അയാളുടെ ഡീറ്റെയിൽസ് കണ്ടിട്ട് പാർട്ട്ണറിന് എന്തോ സംശയം തോന്നി. അവനാണെങ്കിൽ ഈ കാര്യം എക്സ് ഗേൾഫ്രണ്ടിനോടും പറയുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും അവനെ കാണാൻ വേണ്ടിയിട്ട് ആ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. എന്നാൽ ആ വ്യക്തിയാണെങ്കിൽ ആ ഹോസ്പിറ്റലിലെ ഒരു പേഷ്യന്റ് ആണ്. ഇയാൾക്കാണ് കൊച്ചുപയ്യൻ സാധനങ്ങളെല്ലാം വിറ്റത് എന്നൊരു സംശയം പോലീസുകാർക്കും വരുന്നു. എക്സ് ഗേൾഫ്രണ്ട് അയാളോട് സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും അയാൾ അതിനൊന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല. അങ്ങനെ എക്സ് ഗേൾഫ്രണ്ട് ആണെങ്കിൽ അവളുടെ കയ്യിലിരുന്ന ഒരു ഡ്രിങ്ക് ആണെങ്കിൽ അവൻ ഓഫർ ചെയ്യുന്നു. അവൻ അത് മേടിച്ച് കുടിക്കുന്നുണ്ട്. അയാൾ അത് കുടിച്ചതിന് ശേഷം അതാണെങ്കിൽ തിരിച്ച് എക്സ് ഗേൾഫ്രണ്ട് മേടിക്കുന്നുണ്ട്. ഇയാളുടെ ഫിംഗർ പ്രിന്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് എക്സ് ഗേൾഫ്രണ്ട് ഇങ്ങനെ ചെയ്തത്. അങ്ങനെ ആ DNA ചെക്ക് ചെയ്യാനായിട്ട് എക്സ് ഗേൾഫ്രണ്ട് അയക്കുന്നു. അങ്ങനെ അവിടെ നിന്ന് അവര് നേരെ ചെല്ലുന്നത് ഹോസ്പിറ്റലിൽ വെച്ച് മരണപ്പെട്ട ആ പെൺകുട്ടിയുടെ ഫ്യൂണറൽ ചടങ്ങുകളിലേക്കാണ്. അവിടെ തന്നെ നമ്മുടെ സബ്വേ പോലീസും ഉണ്ടായിരുന്നു. മരണപ്പെട്ട ഈ പെൺകുട്ടിയുടെ പേര് ചോയി എന്നാണ്. ചോയിയുടെ മരണത്തിൽ ഇവരെല്ലാം ആകെപ്പാടെ വിഷമിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്ന് എല്ലാവരും പോകുന്നുണ്ട്. കൊളീഗ്സ് മാത്രമാണ് അവിടെ ഇരിക്കുന്നത്. ആ സമയത്ത് അവരോട് സംസാരിക്കാനായി ചോയിയുടെ അങ്കിൾ എത്തുന്നു. അങ്കിളിനെ ഇവരെ നേരത്തെ തന്നെ അറിയായിരുന്നു. ചോയി ആണെങ്കിൽ 2 വർഷത്തിന് മുന്നേ ഇവരുടെ കൂടെയാണ് സബ്വേ പോലീസിൽ ജോലി ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ അങ്കിളിനെ ഇവരെ നല്ല രീതിയിൽ അറിയായിരുന്നു. എന്തുകൊണ്ടാണ് ചോയി 2 വർഷം മുന്നേ സബ്വേ പോലീസിൽ നിന്ന് ഇറങ്ങിയത് എന്നൊക്കെ കൊളീഗ് അങ്കിളിനോട് ചോദിക്കുന്നു. അങ്ങനെ 2 വർഷം മുന്നേ അവൾ
അവൾക്കുണ്ടായ കാര്യങ്ങളെല്ലാം അങ്കിള് പറയുന്നു. 2 വർഷം മുന്നേ അവളാണെങ്കിൽ ഒരു പയ്യന്റെ ഫോൺ പിടിച്ച് മേടിച്ചിരുന്നു. അന്ന് അവളാണെങ്കിൽ സബ്വേ പോലീസാണ്. സബ്വേയിലുള്ള പെൺകുട്ടികളുടെ മോശമായ വീഡിയോസ് എല്ലാം എടുത്തത് കൊണ്ടാണ് അവൾ അവന്റെ ഫോൺ പിടിച്ചു മേടിച്ചത്. എന്നാൽ അവനാണെങ്കിൽ മൈനർ ആയിട്ടുള്ള ഒരു പയ്യനാണ്. അങ്ങനെ അവളാണെങ്കിൽ ആ ഫോണെല്ലാം പരിശോധിക്കുന്നു. എന്നാൽ അവൾക്ക് അതിൽ നിന്ന് ഒരു വീഡിയോ പോലും കണ്ടു കിട്ടുന്നില്ല. അവനാണെങ്കിൽ ചോയിനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഫോണിലാണെങ്കിൽ ഒരു തെളിവുകളും ഇല്ല. തന്നെ നാണം കെടുത്തിയത് കൊണ്ട് തന്നെ താൻ കംപ്ലൈന്റ് ചെയ്യും. തന്റെ അച്ഛനാണെങ്കിൽ ജഡ്ജാണ് എന്നൊക്കെ പറഞ്ഞ് അവനാണെങ്കിൽ അവളെ ഭീഷണിപ്പെടുത്തുന്നു. അവനാണെങ്കിൽ മൈനറാണ്. അതിന്റെ കൂട്ടത്തിൽ തന്നെ ഈ ഫോണിൽ ഒരു തെളിവും ഇല്ല. പോരാത്തതിന് അവന്റെ അച്ഛനാണെങ്കിൽ ജഡ്ജുമാണ്. ഇതെല്ലാം ഓർത്ത് ചോയ് പേടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവളാണെങ്കിൽ ആ ഫോൺ തിരിച്ചു കൊടുത്ത് സോറി പറഞ്ഞ് അവിടെ നിന്ന് പോവാനായി ഒരുങ്ങുന്നു. എന്നാൽ ഈ പയ്യനാണെങ്കിൽ അങ്ങനെയൊന്നും അവളെ വിടുന്നില്ല. മുട്ടുകുത്തിയിരുന്ന് സോറി പറയാനെല്ലാം ഈ പയ്യൻ ആവശ്യപ്പെടുന്നു. പ്രശ്നമൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അവൾ അവിടെ മുട്ടുകുത്തിയിരുന്ന് സോറി എല്ലാം പറയുന്നുണ്ട്. അവിടെയുള്ള എല്ലാവരും അവിടെ കൂടി അവളെ കളിയാക്കുന്നു. അവളുടെ ഫോട്ടോസും വീഡിയോസും എല്ലാം അവരെടുക്കുന്നുണ്ട്. ഈ കാര്യമെല്ലാം അങ്കിളാണെങ്കിൽ കൊളീഗ്സിനോട് പറയുന്നു. ഈ കാരണം കൊണ്ടാണ് അവൾ ജോലി രാജിവെച്ചത് എന്നൊക്കെ അങ്കിൾ ഇവരോട് പറയുന്നു. എന്നാൽ ഇതെല്ലാം കേട്ടിട്ട് ഈ കൊളീഗ് ആകെപ്പാട് ഞെട്ടുന്നുണ്ട്. അവനാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്റ്റേഷനിലേക്ക് എത്തുന്നു. എല്ലാരെയും വിളിച്ചിരുത്തിയിട്ട് കൊളീഗാണെങ്കിൽ അവരോടെല്ലാം ഒരു കാര്യം പറയുന്നു. 2 വർഷം മുന്നേ നടന്ന കാര്യമാണ് അവൻ പറയുന്നത്. ചോയ് രാജിവെക്കാനുണ്ടായ കാരണം അവളുടെ അങ്കിൾ പറഞ്ഞിരുന്നില്ലേ? എന്നാൽ ശരിക്കും അന്ന് അങ്ങനെയല്ല സംഭവിച്ചത്. ചോയ്ക്കല്ല അങ്ങനെയല്ല സംഭവിച്ചത്. പകരം ഈ കൊളീഗിനാണ് അങ്ങനെയല്ല സംഭവിച്ചത്. അതായത് ആ പയ്യന്റെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിപ്പറിച്ചതും അതേപോലെ തന്നെ അവനോട് സോറി ചോദിച്ചതുമെല്ലാം ഈ കൊളീഗാണ്. എന്നാൽ ചോയ് ആണെങ്കിൽ അവരുടെ ഫാമിലിയോട് ഒരു കള്ളമാണ് പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അവള് ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞതെന്ന് ഇവർക്ക് ആർക്കും അറിയില്ല. അങ്ങനെ ഇതിൽ എന്തോ സംശയമുണ്ട് എന്ന് തോന്നിയ അവരാണെങ്കിൽ ചോയിന്റെ പാർട്ട്ണറിനെയാണ് വിളിച്ച് സംസാരിക്കുന്നത്. അതായത് ജോലിയിലുള്ള പാർട്ട്ണറാണ്. ഇയാളെ വിളിച്ചിട്ടാണെങ്കിൽ ചോയിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം തിരക്കുന്നു. അപ്പോഴാണ് സബ്വേയിൽ നടന്ന ഒരു ആക്സിഡന്റിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം ഈ പാർട്ട്ണർ പറയുന്നത്. അതാണെങ്കിൽ 3 വർഷം മുന്നേ ഇവിടെ നടന്നതായിരുന്നു. മാനസികമായി പ്രശ്നങ്ങളെല്ലാം ഉള്ള ഒരാളാണെങ്കിൽ ഒരു കൊച്ചുകുട്ടിയെ ട്രെയിനിന്റെ മുന്നിലേക്ക് പിടിച്ചു തള്ളി. ആ സമയത്ത് ചോയ് ആണെങ്കിൽ അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ സബ്വേ പോലീസ് എല്ലാം മറ്റൊരു ഡിപ്പാർട്ട്മെന്റ് ആണ് ആ കേസെല്ലാം ഹാൻഡിൽ ചെയ്തത് എന്നൊക്കെ ഈ പാർട്ട്ണർ പറയുന്നു. ആ കുട്ടിക്ക് എത്ര പ്രായം വരും എന്നൊക്കെ യു തിരക്കുന്നു. എലിമെന്ററി സ്കൂളിൽ പഠിക്കുന്ന ഒരു കൊച്ചുകുട്ടിയാണ് എന്നൊക്കെ പാർട്ട്ണർ മറുപടി പറയുന്നു. ഇത് കേട്ട യൂണിനാണെങ്കിൽ ആകെപ്പാട് ഡൗട്ട് ആവുന്നു. സബ്വേ ഗോസ്റ്റിന്റെ ഹൈഡൌട്ടിൽ നിന്ന് ലഭിച്ച ആ ഫ്രോക്ക് ആണെങ്കിൽ ഒരു പക്ഷേ ഇനി ഈ പെൺകുട്ടിയുടെ ആയിരിക്കുമോ എന്നൊക്കെ അവൾ സംശയിക്കുന്നു. ഈ ഫ്രോക്ക് എടുത്തു വെച്ചിരിക്കുന്ന ആള് ഒരു പക്ഷെ ആ കുട്ടിയുടെ അച്ഛനായിരിക്കാം. അങ്ങനെയെങ്കിൽ അയാളായിരിക്കും സബ്വേ ഗോസ്റ്റ് എന്നെല്ലാം അവര് പറയുന്നു. അങ്ങനെ ഈ കണ്ടുപിടിച്ച കാര്യങ്ങളെല്ലാം സബ്വേ പോലീസ് ആണെങ്കിൽ എക്സ് ഗേൾഫ്രണ്ടിനോടും അവരുടെ ടീമിനോടുമായി പറയുന്നു. അപ്പോഴാണ് എക്സ് ഗേൾഫ്രണ്ട് ഹോസ്പിറ്റലിൽ കാണാൻ പോയ ഒരാളില്ലേ, അയാൾ തന്നെയാണ് ആ പെൺകുട്ടിയെ തള്ളിയിട്ടത് എന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലാവുന്നത്. എക്സ് ഗേൾഫ്രണ്ട് ആണെങ്കിൽ അയാളെ കാണാൻ വേണ്ടിട്ട് ഹോസ്പിറ്റലിൽ പോയ സമയത്ത് അയാളുടെ DNA എടുത്തിരുന്നില്ലേ, അതിന്റെ റിസൾട്ടും ഇപ്പോൾ വന്നിരിക്കുന്നു. ഹൈഡൌട്ടിൽ നിന്ന് ലഭിച്ച ഫ്രോക്കിൽ അയാളുടെ ഫിംഗർ പ്രിന്റ് ഉണ്ട്. അങ്ങനെ അയാളായിരിക്കും സബ്വേ ഗോസ്റ്റ് എന്നും പറഞ്ഞ് അവരെല്ലാം അവിടെ നിന്ന് ഇറങ്ങുന്നു. അവരെല്ലാം ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്. സിയൂക്കിന്റെ അമ്മയും അതേ ഹോസ്പിറ്റലിൽ തന്നെയാണ്. എന്നാൽ അതേ ഹോസ്പിറ്റലിലേക്ക് തന്നെയാണ് അവർ പോകുന്നത് എന്ന് സിയൂക്കിനും യൂണിനും അറിയില്ലായിരുന്നു. അങ്ങനെ എക്സ് ഗേൾഫ്രണ്ട് ആണെങ്കിൽ സിയൂക്കിന്റെ അമ്മ കിടക്കുന്ന അതേ ഹോസ്പിറ്റലിലേക്ക് തന്നെയാണ് അവർ പോകുന്നത് എന്നുള്ള കാര്യം സിയൂക്കിനോട് പറയുന്നു. സിയൂക്ക് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അവന്റെ അമ്മയെ നോക്കുന്ന ഒരു അമ്മൂമ്മയില്ല അവരെ വിളിക്കുന്നു. ഹോസ്പിറ്റലിൽ കുറച്ച് പ്രശ്നങ്ങൾ നടക്കാൻ പോവാണ്. അമ്മയെ റൂമിൽ തന്നെ ഇരുത്തണം, പുറത്തോട്ടൊന്നും വിടരുത് എന്നൊക്കെ സിയൂക്ക് ആണെങ്കിൽ അവരോട് പറയുന്നു. ഇത് കേട്ട ഈ അമ്മൂമ്മയാണെങ്കിൽ ആകെപ്പാട് പേടിക്കുന്നുണ്ട്. സിയൂക്കിന്റെ അമ്മയെ നോക്കണമെന്ന് പറഞ്ഞിട്ട് ഇവരാണെങ്കിൽ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങി ഓടുന്നുണ്ട്. അവരാണെങ്കിൽ നേരെ ചെല്ലുന്നത് ആ ഹോസ്പിറ്റലിൽ തന്നെയുള്ള ഒരു സെല്ലിന്റെ മുന്നിലേക്കാണ്. ആ റൂമിലാണ് മാനസിക പ്രശ്നമുള്ള അയാളെ പൂട്ടിയിട്ടിരുന്നത്. ഇയാളെ പിടിക്കാൻ വേണ്ടിട്ട് തന്നെയാണ് ഇപ്പോ എല്ലാ പോലീസുകാരും ഇങ്ങോട്ടേക്ക് എത്തുന്നത്. എന്നാൽ ഈ അമ്മൂമ്മയാണെങ്കിൽ എന്താ ചെയ്യുന്നതെന്നറിയാവോ? ആ സെല്ല് തുറന്ന് അയാളെ പുറത്തേക്ക് കൊണ്ടുവരുന്നു. എന്നാൽ ഇതെല്ലാം ആണെങ്കിൽ സിയൂക്കിന്റെ അമ്മ അവിടെ നിന്ന് കാണുന്നുണ്ടായിരുന്നു. എന്തിനാണ് അയാളെ പുറത്തേക്ക് കൊണ്ടുവന്നത് എന്ന് സിയൂക്കിന്റെ അമ്മ അമ്മൂമ്മയോടായി ചോദിക്കുന്നു. ഈ സീനും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നമ്മുടെ പോക്കറ്റ് അടിക്കാരാണോ അതോ ഇയാളാണോ സബ്വേ ഗോസ്റ്റ്? നിങ്ങളുടെ ഗസ് എന്തായാലും ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ കൂടി കമന്റ് ചെയ്തിരുന്നെങ്കിൽ നന്നായേനെ. അത്രേ ഉള്ളൂ. അടുത്ത എപ്പിസോഡുമായി നമുക്ക് പെട്ടെന്ന് തന്നെ വരാം. അപ്പോൾ ഈ എപ്പിസോഡ് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്ത് കൂടെ കൂട്ടുമല്ലോ അല്ലേ. അതുവരേക്കും ബൈ ബൈ ഫ്രം മൂവി ടോക്കീസ്.